കൊള്ളാല്ലേ. ഈ നടന്നു വരുന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? എന്നാലും അറിയാൻ വയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിഞ്ഞു വെച്ചു. ഇതാണ് ശ്രീലക്ഷ്മി, കുവൈറ്റ് ശ്രീലക്ഷ്മി. അപ്പം ശ്രീലക്ഷ്മി ഇപ്പോൾ ഒരു കുട്ടിക്ക് അവാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം കുട്ടിക്ക് അവാർഡ് കൊടുക്കാൻ പോകുന്ന ഒരു വേഷം കൊള്ളാല്ലേ. അപ്പം അവിടെ ഫാഷൻ ഷോ എന്തോ ആണ് നടക്കുന്നത്. അപ്പം അതുകൊണ്ടായിരിക്കും ശ്രീലക്ഷ്മി നല്ല രീതിയിൽ അങ്ങ് ഫാഷൻ എടുത്തുടുത്ത് വന്നിരിക്കുന്നത്. കൊള്ളാം, നല്ല രസമുണ്ട്. അവിടെ ഇടാൻ പറ്റിയ ഡ്രസ്സാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ആ വേദിയിൽ ഒരുപാട് പേരിരിപ്പുണ്ട്. അവരുടെയൊക്കെ ഡ്രസ്സ് വളരെ മാന്യമാണ്. ഈ ഒന്ന് രണ്ട് ഈ ഞാഞ്ഞൂലുകളുണ്ടല്ലോ, തനിക്ക് എന്തൊക്കെയോ കഴിവുണ്ട്, താൻ വലിയ സെലിബ്രിറ്റിയാണ്, താൻ വലിയ നടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സ്വയം പൊങ്ങി നിൽക്കുന്ന കുറച്ച് ഞാഞ്ഞൂലുകൾ. അപ്പോൾ അതിലൊരെണ്ണമാണ് ഈ വന്നു നിൽക്കുന്നത്. അപ്പോൾ ഇവള് ഒരു കുട്ടിക്ക് അവാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാനിതിങ്ങനെ കണ്ടപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി, ദൈവമേ, ഇവക്കിങ്ങനെ അവാർഡ് കൊടുക്കാനും മാത്രം എന്ത് ക്വാളിഫിക്കേഷനാണ് ഉള്ളത് എന്ന് ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി. എന്തെങ്കിലും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ, അല്ലെന്നുണ്ടെങ്കിൽ സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ടോ, ഏതോ ഈ അഭിലാഷാട്ടായത്തിൻ്റെ കൂടോ അതോ പിന്നെ മറ്റെന്താ അലിൻ ജോസ് പെരേരയുടെ കൂടെ ഒന്ന് രണ്ട് റീലുകളൊക്കെ ചെയ്തായിരുന്നു. എന്തോ ഒരു കല്യാണത്തിൻ്റെ റീലോ കടപ്പുറത്താടുന്നതും ഒക്കെ എന്തൊക്കെയോ ഒന്ന് രണ്ട് റീലുകൾ ചെയ്തു. അങ്ങനെയാണ് 10 പേര് അറിഞ്ഞത്. അല്ല, അറിഞ്ഞത് മുന്നേ അറിഞ്ഞു കേട്ടോ. കുവൈറ്റ് ഇഷ്യൂ അറിയാമല്ലോ. അപ്പോൾ അത് ഞാൻ ഒന്നുകൂടെ പറയുന്നില്ല. അപ്പോൾ കുവൈറ്റ് ഇഷ്യൂ കൊണ്ട് തന്നെ ആൾക്കാർ പെട്ടെന്ന് തിരിച്ചറിഞ്ഞായിരുന്നു. അപ്പം ആ സാധനം നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ കുവൈറ്റിൽ നിന്ന് വന്നിട്ട് ഇവിടെ കിടന്ന് കാണിക്കുന്ന കാട്ടായങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞാൻ ആലോചിക്കുന്നത് അതെന്തോ ആയിക്കോട്ടെ, പക്ഷെ ഇതുപോലൊരു സദസ്സിൽ വരുമ്പോൾ ഇത്രയധികം ആൾക്കാർ നിൽക്കുന്നു, ഇത്രയധികം ഇതൊക്കെ ആയിട്ട് നിൽക്കുന്ന, എന്തായാലും ഇവറ്റകളുടെയൊക്കെ പുറകിനൊരു 10-15 യൂട്യൂബേഴ്സ് ഉണ്ടാവുമല്ലോ, ഇങ്ങനെ കുനിയുന്നതും നൂരുന്നതും ചരിയുന്നതും ഒക്കെ ഒപ്പിയെടുക്കാൻ സൂം ചെയ്യാനായിട്ട് കുറച്ച് പേരുണ്ടല്ലോ. അപ്പോൾ ഇവറ്റകളൊക്കെ ഉള്ളപ്പോൾ ഇതുപോലെയുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരാൻ, ഈ ഡ്രസ്സിന് കുഴപ്പം ഒന്നുമില്ല എന്നായിരിക്കും അവൾ വിചാരിക്കുന്നത്. പക്ഷേ അതിൻ്റെ അടിയിൽ വന്ന കമൻസുകൾ, ഒരൊറ്റ കമൻ്റ് ഇല്ലായിരുന്നു നല്ല കമൻറ്റ്. എല്ലാവരും ചോദിക്കുന്നത് ഇത് എന്ത് കോലമാണെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ഈ ശരീരത്തിൻ്റെ അവയവങ്ങൾ ഇങ്ങനെ മറ്റുള്ളവരെ കാണിക്കാൻ പാകത്തിനുള്ള ഡ്രസ്സാണ് ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ ധരിക്കുന്നത്. അതും സെലിബ്രിറ്റികളാണെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഇവളുമാർ. അപ്പം മറ്റേ ജാസി, രേണുസുതി ഇവരുടെയൊക്കെ കൂട്ടത്തിലുള്ളൊരു കൂട്ടാളിയാണ്. ഇടയ്ക്ക് കുറച്ച് നാൾ രേണുസുതിയെ കുറ്റമൊക്കെ പറഞ്ഞ് പ്രാഗിയും തുപ്പിയും രേണുസുതി ആരാ, എവിടുത്തെ ആർട്ടിസ്റ്റാ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അവർ നല്ല ഡിങ്കോൾഫിയാണ്. അകൽച്ചയൊക്കെ മാറി ഒന്നായി കേട്ടോ. ഇപ്പം രേണുസുതി വലിയ അഭിനേത്രിയാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം എല്ലാം കൂടെ ഒരച്ചിൽ കെട്ട. അതൊക്കെ പോട്ടെ. അപ്പോൾ ഇപ്പം ഇവിടെ വന്ന ഈ ഒരു കുട്ടീനെയും കൊണ്ട് ഇവൾ വരുന്നത് ഇത് നിങ്ങളൊന്ന് നോക്കിക്കേ. ഇപ്പോൾ ഇവളൊരു കുട്ടിയെയും കൊണ്ട് വരുന്നില്ലേ, ആ കുട്ടി നല്ല ഡ്രസ്സ് ഇട്ടിരിക്കുന്നു. ഇവളിട്ടിരിക്കുന്ന ഡ്രസ്സോ കഷ്ടം. ഇത് കാണുമ്പോഴെങ്കിലും കുറച്ച് ഉളുപ്പ്, അത്യാവശ്യം ഫാഷനൊക്കെ ആകാം, ഫാഷനൊക്കെ നല്ലതാണ്. പക്ഷേ ഈ ഫാഷൻ എന്ന് പറയുമ്പോൾ ഇവരുടെയൊക്കെ ഉദ്ദേശം ശരീരഭാഗങ്ങൾ കാണിക്കുക എന്നുള്ളതാണോ? അല്ല, എൻ്റെ ഒരു സംശയമാണ്. ഈ ഫാഷൻ ഇതാണോ? എനിക്കറിയത്തില്ല. ഞാൻ 10-12 വർഷമായിട്ട് എറണാകുളത്ത് ജീവിച്ചിട്ട് ഇതുപോലൊരു ഫാഷൻ കണ്ടിട്ടില്ല. ഈ ലുലു മാളിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരുപാട് മോഡേൺ ആയിട്ടുള്ള സ്ത്രീകളും ഒക്കെ വരാറുണ്ട്. പക്ഷെ അവർ പോലും കുറച്ച് മാന്യതയൊക്കെ കീപ്പ് ചെയ്യാറുണ്ട്. പക്ഷെ ഇത് തൊലിക്കട്ടി, അപാര തൊലിക്കട്ടിയ. പറഞ്ഞിട്ട് കാര്യമില്ല, ജാസിയം താങ്ങിയല്ലേ നടപ്പ്. അപ്പം പിന്നെ ഉളുപ്പ് ഒക്കെ ഉണ്ടാവുമോ? ഇല്ല. ഈ അന്ന് കുവൈറ്റിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് കരഞ്ഞ് എനിക്ക് എങ്ങനെയെങ്കിലും ജീവൻ രക്ഷിച്ചാൽ മതി, എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് കുവൈറ്റിലുള്ള മലയാളികളെല്ലാം കൂടി അങ്ങ് കയറ്റി വിട്ടതാണ്. കുവൈറ്റിൽ നിന്ന് പോകുന്നതോടെ അറബികൾ രക്ഷപ്പെട്ട്, പക്ഷെ നമ്മൾ മലയാളികളുണ്ടല്ലോ, നമ്മൾ പെട്ടു. കാരണം ഒരു ദിവസമെങ്കിൽ ഒരു 10 വട്ടമെങ്കിലും ഇവറ്റകളുടെയൊക്കെ ഇമാതിരി കോലം കെട്ടലുകൾ കാണേണ്ട ഗതികേടാണ്.
അയ്യോ ഇന്നാള് പറയുന്നുണ്ടായിരുന്നു ഈ ഫ്രണ്ടൊക്കെ ഇച്ചിരി കണ്ടാൽ എന്താ കുഴപ്പം, പണ്ടത്തെ വല്യമ്മമാര് ബ്ലൗസും മുണ്ടും ഒക്കെ അല്ലായിരുന്നു ഉടുത്തിരുന്നത്, അപ്പോൾ അവരുടേത് കാണുന്നില്ലേ, അപ്പോൾ എൻ്റെത് ഇച്ചിരി കാണിച്ചാൽ എന്താ, ഞാൻ ഇച്ചിരി കാണിച്ചാൽ എന്താന്നൊക്കെ ഇന്നാൾ വലിയ തമാശയിൽ വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്രയും വലിയ ഗംഭീര വാക്കുകളൊക്കെ ഉന്നയിച്ച മഹതിയാണ്. നമുക്കിതുപോലെ സമ്മാനങ്ങളൊക്കെ സ്റ്റേജിൽ തരുമ്പോൾ അത് തരുന്നത് അവർക്ക് നല്ല അർഹതയുള്ളവരായിരിക്കും, അവർക്ക് ആ ഒരു കലാപരമായിട്ട് ബന്ധമുള്ളവരായിരിക്കും. അതുമാത്രമല്ല അവർ സ്റ്റേജിൽ വരുന്നത് മാന്യമായിട്ട് വേഷം ധരിച്ചിട്ടായിരിക്കും, ഇതുപോലെയൊന്നും അല്ല വരുന്നത്. പിന്നെ ഈ ഒരു സാധനം നമ്മുടെ മുഖ്യമന്ത്രിയെ കാണാൻ പോയി, ആ മുഖ്യമന്ത്രിയെ കാണാൻ പോയപ്പോഴും ഇതുപോലെയുള്ള വിചിത്ര വേഷം കെട്ടലുമായിട്ടാണ് മുഖ്യമന്ത്രിയെ കാണാൻ പോയത്. കാലത്തിനനുസരിച്ച് കോലം മാറാൻ ആഗ്രഹിക്കുന്ന ആളാണ്. എനിക്കിപ്പോൾ സാരി ഉടുത്ത് പൊട്ടും വെച്ച് മുല്ലപ്പൂവും വെച്ച് മന്ത്രി വരുമല്ലേ, അതുകൊണ്ട് ഞാൻ കുലസ്ത്രീ ആയിട്ട് പോകും, അങ്ങനെയില്ല. ഞാൻ എൻ്റെ ശരീരത്തിന് ചേരുന്ന ഒരു വസ്ത്രം ധരിച്ചു, അതും ജീൻസും ഒരു ടീഷർട്ടാണ്, ഒരു സ്ലീവ്ലെസ് ഒരു ഷർട്ടാണ് ഇട്ടത്. അതിനകത്തൊരു മോശമായിട്ട് കാണാൻ വേണ്ടി എന്താ ഉള്ളത്? എല്ലാ പെൺകുട്ടികളും അല്ലെ എല്ലാ സ്ത്രീകളും ധരിക്കാറുള്ള വസ്ത്രമാണത്. അതിനകത്തൊരു മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇനി ജനങ്ങളുടെ കണ്ണിന് അത് മോശമാണെങ്കിൽ നമുക്കത് തിരുത്താൻ കഴിയില്ല. ഞാൻ ആലോചിച്ചു, ഒന്നുമില്ലേലും നമ്മുടെ നാടിൻ്റെ മുഖ്യമന്ത്രിയല്ലേ, അദ്ദേഹത്തെ എല്ലാവരും സ്നേഹത്തോടെ ബഹുമാനത്തോടെ പൂക്കിയ മുഖ്യമന്ത്രി എന്നൊക്കെ വിളിക്കുന്നുണ്ട്. കാരണം അത് ന്യൂജൻ ആൾക്കാരുടെ വാക്കുകളാണ്. ന്യൂജനുമായിട്ട് അവരുടെ ആ ഒരു ആശയങ്ങളുമായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി ഇങ്ങനെ അടുത്ത് നിൽക്കുന്നത് കൊണ്ട് ഒത്തുപോകുന്നത് കൊണ്ട് നമ്മുടെ ന്യൂജൻ പിള്ളേരിട്ട ഒരു വാക്കാണ് ഈ പൂക്കിയ മുഖ്യമന്ത്രി. ഒക്കെ സമ്മതിക്കുന്നു, എല്ലാം സമ്മതിക്കുന്നു. പുള്ളി തമാശക്കാരനാണ്, എല്ലാവരോടും നല്ല സ്നേഹത്തോടെ പെരുമാറുന്നുണ്ട്, എല്ലാം സമ്മതിക്കുന്നു. പക്ഷേ എന്നുമില്ലേലും ആ മുഖ്യമന്ത്രി എന്നുള്ളൊരു പദവിയെങ്കിലും ബഹുമാനിച്ചിട്ട് വേണം അദ്ദേഹത്തിൻ്റെ അടുത്തോട്ട് ചെന്ന് നിൽക്കാനായിട്ട്. ഇമ്മാതിരി തൊഴിഞ്ഞ വേഷമൊക്കെ ഇട്ടിട്ട് മുഖ്യമന്ത്രിയുടെ അടുത്ത് ചെന്ന് നിൽക്കാൻ യാതൊരു ഉളുപ്പും തോന്നിയില്ലല്ലോ സ്ത്രീയെ. ഉളുപ്പുണ്ടാവത്തില്ല, കാരണം ആ വീഡിയോയ്ക്ക് വന്ന കമൻസൊക്കെ ഒന്ന് വായിച്ചു നോക്കണം, ഇടയ്ക്കിടയ്ക്ക് കമൻസൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. അതിൽ വന്നിരിക്കുന്ന എല്ലാം ഈ ഡ്രസ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ഡ്രസ്സ് ധരിക്കണം, ഏത് രീതി നടക്കണം, നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. പക്ഷെ കാണുന്നവർക്ക്, ധരിക്കുന്ന നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, കാരണം നിങ്ങൾ ഏത് സമയത്ത് ഇല്ലാതെ നടക്കുന്നത് കൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നത്തില്ല. പക്ഷേ ഈ കാണുന്നവർക്കൊരു ഉളുപ്പില്ലേ, അവർക്ക് കണ്ണടച്ച് നടക്കാൻ പറ്റുമോ, കണ്ണും പൊത്തി നടക്കാൻ പറ്റുമോ? അപ്പോൾ ഈ കാണുന്നവരെങ്കിലും ആലോചിച്ചിട്ട് കുറച്ച് മാന്യമായിട്ടുള്ള ഡ്രസ്സിങ്ങിലൂടെ നടന്നൂടെ, പൊതുനിരത്തിലൂടെയെങ്കിലും. വീട്ടിൽ എന്തും കാണിച്ചോ, സോഷ്യൽ മീഡിയയിലും കാണിക്കുന്നുണ്ട് അതിൻ്റെ ബാക്കി. പക്ഷേ ഈ പൊതുനിരത്തിലെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചൂടെ ശ്രീലക്ഷ്മി? അപ്പോൾ എന്തായാലും ഇത് കണ്ടപ്പോൾ എനിക്ക് റിയാക്ട് ചെയ്യണമെന്ന് തോന്നിയ വിട്ട കേസാണ് കേട്ടോ, കാരണം ഇതിനെയൊന്നും നമ്മൾ വീഡിയോ ചെയ്തിട്ട് കാര്യമില്ല. പക്ഷേ ഈ മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയ ആ ഒരു വീഡിയോയും ഈ കുട്ടിക്ക് ഈ സമ്മാനം കൊടുക്കുന്ന ഈ ഒരു വീഡിയോയും കണ്ടപ്പോൾ എനിക്ക് പ്രതികരിക്കണം എന്ന് തോന്നി. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂട്ടത്തിൽ ഹൈപ്പും കൂടി ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.